കുപ്രസിദ്ധമായ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പ്, മനുഷ്യരെ ഗിനിപ്പന്നികളെ പോലെ കണക്കാക്കിയിരുന്ന അതീവ നിന്ദ്യമായ പശ്ചാത്തലം. അന്ന് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ യഹൂദ നിർമ്മാർജ്ജനത്തിനായി പിടികൂടിയിരുന്ന യഹൂദ തടവുകാർക്കിടയിൽ കൊച്ചു കുട്ടികളും ഉണ്ടായിരുന്നു. ചുറ്റുപാടുകളിൽ നടക്കുന്ന ക്രൂരത ആ കുട്ടികളുടെ പോലും പുഞ്ചിരികളെ അപഹരിച്ചിരുന്നു. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുകയെന്ന അനിശ്ചിതത്വം ഭീതിയായി അവരുടെ ജീവിതങ്ങളുടെ മേൽ വരിഞ്ഞ് മുറുക്കപ്പെട്ടിരുന്നു. ബാല്യത്തിന്റെ എല്ലാ നിഷ്കളങ്കതകളും നഷ്ടപ്പെട്ട് നിശ്ചേഷ്ടരായി കഴിയുന്ന അവരുടെ ഇടയിലേക്കാണ് അപ്പോൾ അയാൾ കടന്നു വന്നത്. അയാൾ അവരെ നോക്കി ചിരിച്ചു, സൗമ്യമായി ചിരിച്ചു. പിന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് പാട്ടുപാടാൻ അറിയാമോ എന്ന്. ചില കുട്ടികൾ അറിയാം എന്നും മറ്റു ചിലർ അറിയില്ല എന്നും പറഞ്ഞു. മറുപടി എന്തായാലും അയാൾ ആ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചു. പാട്ട് പാടി കഴിഞ്ഞതോടെ കുട്ടികൾക്ക് ആശ്വാസം അനുഭവപ്പെട്ടു. ഇത്രയും നാളത്തെ തടവ് ജീവിതത്തിനിടയിൽ ഇതിനു മുൻപ് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ആശ്വാസം, നെഞ്ചിലെ ഭാരം അലിഞ്ഞ് ഇല്ലാതാകുന്നത് പോലെ. അപ്പോൾ അയാൾ ആ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. കുട്ടികൾ അമ്പരപ്പോടെ അയാളെ തന്നെ തുറിച്ചു നോക്കുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കേണ്ട, എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല. ആ വാക്കും ചിരിയും കുട്ടികളുടെ അവശേഷിച്ചിരുന്ന ഭയങ്ങളും കൂടി തുടച്ചു കളയാൻ സഹായിക്കുന്നവയായിരുന്നു. അവർ അയാൾക്ക് പിന്നാലെ നടന്നു. അയാൾ അവരെ കൂട്ടിക്കൊണ്ടുപോയത് പരീക്ഷണശാല പോലെ തോന്നിക്കുന്ന വിശാലമായ ഒരു മുറിയിലേക്കായിരുന്നു. കുട്ടികൾ അകത്ത് പ്രവേശിച്ചതും മുറിയുടെ വാതിലുകൾ അടഞ്ഞു. പിന്നിലേക്ക് നോക്കി കുട്ടികൾ കരയാൻ പോലും കഴിയാതെ നടുങ്ങി നിന്നപ്പോൾ അയാൾ അവരെ നോക്കി ശൂളമടിച്ചു, മൂളിപ്പാട്ട് പാടി. പിന്നെ ഒരിക്കലും അകത്തേക്ക് പോയ കുട്ടികൾ ജീവനോടെ പുറത്തേക്ക് വന്നില്ല. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അനേകം കുഞ്ഞുങ്ങളുടെയും മുതിർന്നവരുടെയും ജീവൻ എടുത്ത് പന്താടിയ ആ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ ജോസഫ് മെങ്കലെ. മരണത്തിന്റെ മാലാഖ എന്ന് അറിയപ്പെടുന്ന അയാൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനിയിലെ ഏറ്റവും ക്രൂരനായ ശാസ്ത്രജ്ഞനും ഡോക്ടറും ആയിരുന്നു. നിഷ്കളങ്കരും നിരപരാധികളുമായ യഹൂദരുടെ മേൽ പരീക്ഷണം നടത്തി രസിച്ച ക്രൂരൻ ആയിരുന്നു. മനുഷ്യത്വം നഷ്ടപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹം. മനുഷ്യരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് വെടിവെച്ചും ഗ്യാസ് ചേമ്പറിൽ ശ്വാസം മുട്ടിച്ചും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നപ്പോൾ അവരുടെ ജീവനുള്ള ശരീരങ്ങളിൽ മേൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തി ക്രൂരമായ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അയാൾ. അതായിരുന്നു ഡോക്ടർ ജോസഫ് മെങ്കലെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ശാസ്ത്രത്തിന്റെ പേരിൽ മനുഷ്യനെ എങ്ങനെ മൃഗമായി പരിഗണിക്കാമെന്ന പാഠം ലോകത്തിന് സമ്മാനിച്ച ഡോക്ടർ മെങ്കലെയുടെ ജീവിതവും ക്രൂരതകളുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. വൈദ്യശാസ്ത്രപരമായ പരീക്ഷണങ്ങൾ എന്ന പേരിൽ മനുഷ്യാവകാശങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ നടത്തിയ ക്രൂരതകളുടെ വിവരണങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മൾ എടുത്തു വയ്ക്കുന്നത്. മാർച്ച് 16 ബവേറിയയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിലായിരുന്നു ജോസഫ് മെങ്കലെയുടെ ജനനം. കാർഷികോപകരണങ്ങൾ നിർമ്മിക്കുന്ന വ്യക്തിയായിരുന്നു പിതാവ്. സമ്പന്ന കുടുംബമായിരുന്നു അവരുടേത്. ചെറുപ്പം മുതൽ തന്നെ മെങ്കലെ ബുദ്ധിമാനായ വിദ്യാർത്ഥിയായിരുന്നു. 1930 സെക്കൻഡറി സ്കൂൾ പഠനത്തിന് ശേഷം അയാൾ മ്യൂണിക് സർവകലാശാലയിൽ വൈദ്യശാസ്ത്ര പഠനത്തിന് ചേർന്നു. 1935 ഡോക്ടറേറ്റ് നേടി. വംശീയ ശാസ്ത്രം എന്ന വിഷയത്തിലായിരുന്നു പ്രത്യേക താല്പര്യം. ഈ താല്പര്യമാണ് പിന്നീട് നാസി ആശയങ്ങളിലേക്കും ഹിറ്റ്ലറിന്റെ ആര്യവൽക്കരണത്തിലേക്കും ജോസഫിനെ നയിച്ചത്. ആര്യന്മാരാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് വിശ്വസിച്ച നാസികളിൽ ഒരാളായിരുന്നു ജോസഫ് മെങ്കലെയും. 1937 അദ്ദേഹം ഷുട്സ്റ്റാഫൽ എന്ന നാസി സൈനിക വിഭാഗത്തിൽ ചേർന്നു. ജർമ്മൻ നാസി പാർട്ടിയുടെ ഏറ്റവും ഭയാനകവും ശക്തവുമായ അർദ്ധസൈനിക സംഘടനയായിരുന്നു ഷുട്സ്റ്റാഫൽ. സംരക്ഷണ സേനയെന്നോ നാസികളുടെ രഹസ്യ സേനയെന്നോ ഇതിനെ വിളിക്കാം. കാരണം ഷുട്സ് എന്ന ജർമ്മൻ വാക്കിന്റെ അർത്ഥം സംരക്ഷണം എന്നും സ്റ്റഫൽ എന്ന വാക്കിന് യൂണിറ്റ് അല്ലെങ്കിൽ സംഘം എന്നുമാണ് അർത്ഥം. ഹിറ്റ്ലറുടെ വ്യക്തിപരമായ സുരക്ഷാ സേനയായിട്ടാണ് ഇത് ആരംഭിച്ചത്. ഹെൻറിച്ച് ഹിംലർ അതിന്റെ തലവനായി വന്നതോടെ സംഘടന വൻതോതിൽ പുനഃസംഘടിപ്പിക്കുകയായിരുന്നു. ഭരണവും ആഭ്യന്തര കാര്യങ്ങളും നോക്കുന്ന ഒരു വിഭാഗവും യുദ്ധത്തിനായി രൂപപ്പെടുത്തിയ സൈനിക വിഭാഗവും എന്നിങ്ങനെയായിരുന്നു വിഭജനം. യഹൂദരെയും റൊമാനികളെയും കൊന്നൊടുക്കിയ ഹോളോകോസ്റ്റിൽ പ്രവർത്തിച്ചതും നൂറുകണക്കിന് ഗ്രാമങ്ങളിൽ കൂട്ടക്കൊല നടത്തിയതുമെല്ലാം
SS അംഗങ്ങൾ ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഈ സംഘടനയെ അന്താരാഷ്ട്ര കോടതി കുറ്റവാളി സംഘടനയായി പ്രഖ്യാപിക്കുകയും നേതാക്കളിൽ പലരും വിചാരണ ചെയ്യപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്തു എന്നത് മറ്റൊരു ചരിത്രമാണ്. നമുക്ക് ജോസഫ് മെങ്കലയിലേക്ക് തന്നെ തിരികെ വരാം. 1938 ഔദ്യോഗികമായി നാസി പാർട്ടി അംഗമായ മെങ്കലെ 1943 ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ മെഡിക്കൽ ഓഫീസറായി നിയമിതനായി. ഇതോടെയാണ് മെങ്കലയുടെ ജീവിത ദിശ മറ്റൊരു വഴിയിലേക്ക് തിരിയുന്നത്. ഇരുണ്ട ചരിത്രത്തിൽ കരികൊണ്ട് എഴുതുന്ന പേരായി അത് മാറിയതും ഇതോടെയായിരുന്നു. പോളണ്ടിലെ ഏറ്റവും വലിയ നാസി തടങ്കൽ ക്യാമ്പുകളിലൊന്നായിരുന്നു ഓഷ്വിറ്റ്സ്. അധിനിവേശ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീവണ്ടികൾ വഴി യഹൂദരെ ജർമ്മനി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിച്ചുകൊണ്ടിരുന്ന സമയം ഇവിടെ ലക്ഷക്കണക്കിന് യഹൂദന്മാരും മറ്റു ന്യൂനപക്ഷങ്ങളുമാണ് കൊല്ലപ്പെട്ടിരുന്നത്. തടവുകാരെത്തിയപ്പോൾ അവരിൽ തിരഞ്ഞെടുപ്പ് നടത്തി ആരെ ഉടനെ കൊന്നുകളയണം, ആരെ നിലനിർത്തണം എന്നീ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം മെങ്കലേക്ക് ആയിരുന്നു. തടവുകാരിൽ നിന്ന് ഇരട്ടകൾ, ശാരീരിക വൈകല്യമുള്ളവർ, ഗർഭിണികൾ തുടങ്ങിയവരെ ജോസഫ് മെങ്കലെ തിരഞ്ഞെടുത്തു. അവരെ തിരഞ്ഞു പിടിച്ച് ഗ്യാസ് ചേംബറുകളിലേക്ക് അയക്കുമ്പോൾ വല്ലാത്തൊരു ലഹരി അയാളെ പിടികൂടിയിരുന്നു. മറ്റു പല ഡോക്ടർമാരും വേദനയോടെയും നിസ്സഹായതയോടെയും ആ മരണങ്ങൾ നോക്കി നിന്നപ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെയാണ് അവരെ ഡോക്ടർ മെങ്കലെ കൊന്നൊടുക്കിയത്. ജീവൻ രക്ഷിക്കേണ്ട ഏതവസ്ഥയിലും ജീവന്റെ കാവലാളാകേണ്ട വ്യക്തിയാണ് വളരെ നിസാരമായി ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത്. ചിലരെ കൊന്നൊടുക്കിയപ്പോൾ മറ്റു ചിലരെ പരീക്ഷണങ്ങൾക്കായി അയാൾ മാറ്റി നിർത്തുകയുണ്ടായി. ശസ്ത്രക്രിയ, ഇഞ്ചക്ഷൻ, രോഗപരീക്ഷണങ്ങൾ തുടങ്ങിയവയ്ക്കായി ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. വെളുത്ത കയ്യുറ ധരിച്ചായിരുന്നു ക്യാമ്പിലൂടെ മെങ്കലെ നടന്നിരുന്നത്. തടവുകാരെ കൊല്ലുന്നതിനോ ജീവനോടെ നിലനിർത്തുന്നതിനോ 2 പ്രയോഗങ്ങളാണ് അയാൾ നടത്തിയിരുന്നത്. കൊല്ലുന്നതിനാണ് എങ്കിൽ വലത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഇടത്ത് എന്ന് പറയും. പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചപ്പോൾ അവയെ നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള എളുപ്പവഴി എന്ന നിലയിൽ ജോസഫ് കണ്ടത് രോഗികളായവരെ ഒന്നടങ്കം ഗ്യാസ് ചേംബറുകളിലേക്ക് പറഞ്ഞയക്കുക എന്നതായിരുന്നു. പകർച്ചവ്യാധികൾ എങ്ങനെ ഉണ്ടാകുന്നു, ബാക്ടീരിയയാണോ വൈറസാണോ രോഗകാരണം എന്നെല്ലാം അറിയാനായി മരണമടഞ്ഞ രോഗികളുടെ ശരീരസ്രവങ്ങൾ ആരോഗ്യമുള്ള കുട്ടികളിൽ കുത്തിവെച്ച് അവരെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുക എന്നതും അയാളുടെ ശീലം ആയിരുന്നു. രോഗികളായവരെ കൊന്ന് അവരുടെ ആന്തരിക അവയവങ്ങൾ പരിശോധിച്ച് രോഗകാരണം കണ്ടെത്തുന്നതും അയാളുടെ ക്രൂര വിനോദമായിരുന്നു. 2 ആഴ്ച ചികിത്സിച്ചിട്ടും അസുഖം ഭേദമാകാത്ത എല്ലാവരെയും ഗ്യാസ് ചേംബറുകളിലേക്ക് അയച്ച് കൊന്നൊടുക്കാനായിരുന്നു അയാളുടെ ഉത്തരവ്. സയനൈഡ് കീടനാശിനിയുടെ മേൽനോട്ട ചുമതലയും മെങ്കലെ ഉൾപ്പെടുന്ന ഡോക്ടർ സംഘത്തിന് ആയിരുന്നു. സ്ത്രീകളുടെ ക്യാമ്പിൽ ഒരിക്കൽ ടൈഫോയിഡ് ബാധയുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 600ഓളം സ്ത്രീകളെ ഗ്യാസ് ചേംബറുകളിലേക്കാണ് അയാൾ അയച്ചത്. റൊമാനി ക്യാമ്പിൽ മുഖത്തെയും വായയെയും ബാധിക്കുന്ന ബാക്ടീരിയൻ രോഗമായ നോമ വ്യാപിച്ചപ്പോൾ മെങ്കലെ അതേക്കുറിച്ച് പഠിക്കാനും അതിനെതിരായി മരുന്ന് വികസിപ്പിച്ചെടുക്കാനും ശ്രമം ആരംഭിച്ചു. ചില രോഗികളെ കൊന്നൊടുക്കുകയും ചിലരെ ബാരക്കിലേക്ക് മാറ്റി പാർപ്പിക്കുകയും കൊല്ലപ്പെട്ടവരുടെ ശാരീരിക അവയവങ്ങൾ മെഡിക്കൽ അക്കാദമിക്ക് പഠിക്കാനായി അയച്ചു കൊടുക്കുകയും ചെയ്തു. അയാൾ ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല, ഒരു ഗവേഷകൻ കൂടിയായിരുന്നു. ഒരു ഗവേഷകന് മനുഷ്യ ശരീരം പലപ്പോഴും പരീക്ഷണ വസ്തു ആക്കേണ്ടതുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെ നടന്ന പരീക്ഷണങ്ങൾ വളരെ ക്രൂരമായിരുന്നു. മനുഷ്യ ശരീരത്തിന് നിലനിൽക്കാൻ സാധിക്കുന്ന പരമാവധി താപനില, മനുഷ്യ ശരീരത്തിൽ പല ദൂരത്തു നിന്നും വെടിയുണ്ടകൾ പതിക്കുമ്പോഴുണ്ടാവുന്ന മുറിവിന്റെ നീളം, വീതി, ആഴം, ഇങ്ങനെ പല കാര്യങ്ങളും കണ്ടെത്തുന്ന പരീക്ഷണങ്ങളായിരുന്നു ഇവിടെ നടന്നിരുന്നത്. ജോസഫ് മെങ്കലെ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം മനുഷ്യത്വത്തെ അപമാനിച്ചുകൊണ്ടും ജീവനെ അനാദരിച്ചുകൊണ്ടും ആയിരുന്നു. യഹൂദരിൽ മാത്രമാണ് അയാൾ പരീക്ഷണം നടത്തിയത് എന്നതും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. അയാളുടെ ചില പരീക്ഷണ രീതികൾ പറയുമ്പോൾ ഇക്കാര്യം മനസ്സിലാക്കാവുന്നതാണ്. മെങ്കലയുടെ സജീവ ശ്രദ്ധ പതിഞ്ഞ ഒരു കൂട്ടരായിരുന്നു ഇരട്ടകൾ. അതുകൊണ്ട് ഇരട്ടകളായ വ്യക്തികളെ അയാൾ പല ക്രൂരതകൾക്കും ഇരകളാക്കുകയുണ്ടായി. ഇരട്ടകളിൽ ഒന്നിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ കൂടെയുള്ള ഇരട്ടയുടെയും കാഴ്ച നഷ്ടപ്പെടുമോ? ഇരട്ടകളിൽ ഒന്നിന് വേദനിച്ചാൽ മറ്റേ ഇരട്ടയ്ക്ക് വേദനിക്കുമോ? ഇതൊക്കെയായിരുന്നു അയാളുടെ ഗവേഷണ കൗതുകങ്ങൾ. ആര്യവംശത്തെ ശാസ്ത്രീയമായി വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇരട്ടകളിൽ കൂടുതലായി ശ്രദ്ധ പതിപ്പിക്കാൻ അയാളെ പ്രേരിപ്പിച്ചത് ഒരു ദിവസം ക്യാമ്പിലേക്ക് യഹൂദ കുടുംബങ്ങളോടൊപ്പം 6 വയസ്സുള്ള ഇരട്ട കുഞ്ഞുങ്ങളായ റേച്ചലും സാറയും എത്തുകയുണ്ടായി. വിശന്നു വലഞ്ഞ ഒരു വേട്ടമൃഗത്തിന് ഇരയെ കിട്ടിയതിന്റെ സന്തോഷമായിരുന്നു അയാളുടെ മുഖത്തും ചലനങ്ങളിലും അവരെ കണ്ടപ്പോൾ പ്രകടമായത്. ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് ഇപ്രകാരം ആയിരുന്നു: ഹായ് ഇരട്ടകൾ, എൻ്റെ പ്രിയപ്പെട്ട പരീക്ഷണ വസ്തുക്കൾ.
കൊല്ലാൻ ഉദ്ദേശിക്കുന്ന കോഴിക്ക് മുന്നിൽ അരിമണി വിതറി പ്രലോഭിപ്പിക്കുന്നത് പോലെ അടുത്ത നിമിഷം തങ്ങൾ പരീക്ഷണ വസ്തുവായി മാറുമെന്ന് നിശ്ചയമില്ലാതിരുന്ന ആ കുട്ടികൾക്ക് അയാൾ മധുരവും പാലും നൽകി. പിന്നീട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. തങ്ങളെ വിഴുങ്ങാൻ പോകുന്ന മരണഗർത്തത്തെക്കുറിച്ച് ആ കുട്ടികൾ മനസ്സിലാക്കിയിരുന്നില്ല. അതിലൊരു കുട്ടിക്ക് അയാൾ വൈറസ് കുത്തിവെച്ചു. തുടർന്ന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കാത്തിരുന്നു. മറ്റേ കുട്ടിയെ പ്രത്യേകമായി ഒന്നും ചെയ്തില്ല. അടുത്ത ദിവസം 2 കുട്ടികളുടെയും ശരീരഭാഗങ്ങൾ അയാൾ കീറി മുറിച്ചു തുടങ്ങി. വൈറസ് ബാധയേറ്റ ശരീരത്തിന്റെയും വൈറസ് ബാധയില്ലാത്ത ശരീരത്തിന്റെയും പ്രതികരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇരട്ട കുട്ടികളെ മെങ്കലെയോ അയാളുടെ സഹായിയോ ആഴ്ചതോറും നിരീക്ഷണത്തിന് വിധേയമാക്കാറുണ്ടായിരുന്നു. ഓരോരോ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിനു ശേഷം അവ എങ്ങനെ പ്രവർത്തികമാക്കപ്പെടുന്നു എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു അവയെല്ലാം. പലതരം രോഗങ്ങൾ കുത്തിവെക്കുക, പലതരം ഗ്രൂപ്പ് രക്തങ്ങൾ ഒരാളിലേക്ക് കുത്തിവെക്കുക, ഇങ്ങനെയെല്ലാം അയാൾ ചെയ്തിട്ടുണ്ട്. പരീക്ഷണം കഴിഞ്ഞിട്ടും ജീവനോടെ ഇരിക്കുന്നവരായി ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ വിഷം കുത്തിവെച്ച് കൊല്ലുകയായിരുന്നു പതിവ്. ഒരൊറ്റ രാത്രിയിൽ തന്നെ 14 ഇരട്ടകളെയാണ് ഹൃദയത്തിൽ ക്ലോറോഫോം കുത്തിവെച്ച് അയാൾ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കിക്കളഞ്ഞത്. ഇപ്രകാരം 1600-ലധികം ഇരട്ടകളെ ഓഷ്വിറ്റ്സിൽ മാത്രമായി അയാൾ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. മെങ്കലെ ഞങ്ങളെ സ്നേഹത്തോടെയാണ് നോക്കുന്നത്, പക്ഷേ അതിനുള്ളിൽ ഭയാനകമായ ഒരു കള്ളനോട്ടം ഉണ്ടായിരുന്നു. മെങ്കലയുടെ നരകത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു കുട്ടി പിന്നീട് വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്. സയാമീസ് ഇരട്ടകളെ സൃഷ്ടിക്കുവാൻ ജനിച്ചു വീണ 2 ഇരട്ട കുട്ടികളെ അയാൾ ജീവനോടെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. എന്തൊരു ക്രൂരതയാണ്! സയാമീസ് ഇരട്ടകളെ സൃഷ്ടിക്കാനുള്ള ഈ തോന്നലിനു പിന്നിൽ അയാളുടെ വൈദ്യശാസ്ത്രപരമായ അജ്ഞതയാണോ അതോ മനുഷ്യജീവനുകളെ പന്താടുന്നതിനുള്ള ക്രൂരമായ ആനന്ദമാണോ എന്ന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്രകാരം പരസ്പരം തുന്നിക്കെട്ടിയ ആ ജീവനുകൾ ശരീരം മുഴുവൻ പഴുത്ത് അളിഞ്ഞ് മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ജോസഫ് മെങ്കലെയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹിറ്റ്ലറാണോ അതോ മെങ്കലെയാണോ കൂടുതൽ ക്രൂരർ എന്നുപോലും സംശയം നമുക്ക് തോന്നിയേക്കാം. ഇരട്ടകളെ പോലെ തന്നെ 2 വ്യത്യസ്ത നിറങ്ങളിലുള്ള കണ്ണുകളോട് കൂടിയവർ, ഉയരം കുറഞ്ഞവർ, ശാരീരിക തകരാറുള്ളവർ എന്നിവരെല്ലാം അയാളുടെ പ്രത്യേക പരീക്ഷണ വസ്തുക്കൾ ആയിരുന്നു. മെങ്കലെയുടെ ഇരകളാകുന്നവർക്ക് തടവുകാരെക്കാൾ മികച്ച ഭക്ഷണവും താമസ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ഗ്യാസ് ചേംബറുകളെ കുറിച്ചുള്ള ഭയവും അവർക്കില്ലായിരുന്നു. എന്തിന്, പരീക്ഷണങ്ങൾക്ക് ഇരകളാകുന്ന കുട്ടികൾക്ക് വേണ്ടി അയാൾ ഒരു നഴ്സറി പോലും നടത്തിയിരുന്നു. മാത്രവുമല്ല, കളിസ്ഥലവും. അവരെ സന്ദർശിക്കുമ്പോഴെല്ലാം അയാൾ അവർക്ക് മധുരം നൽകുകയും ചെയ്തിരുന്നു. ഇരട്ടകൾക്ക് ഒരേ രോഗം സൃഷ്ടിച്ച് വ്യത്യസ്തമായ ചികിത്സകൾ പരീക്ഷിക്കുക, ഇരട്ടകളുടെ കണ്ണുകളുടെ നിറം മാറ്റാൻ രാസവസ്തുക്കൾ കുത്തിവെക്കുക, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകാതെ അവരുടെ വളർച്ച നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നിങ്ങനെ അയാളുടെ ക്രൂരതകൾ പറഞ്ഞാൽ അവസാനിക്കുന്നവയല്ല. ആര്യവംശജർക്ക് നീല കണ്ണുകൾ വേണം എന്ന ഹിറ്റ്ലറിന്റെ ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി തടവുകാരുടെ കണ്ണിൽ അയാൾ പ്രത്യേകമായ നീല രാസവസ്തുക്കൾ കുത്തിവെച്ചു. ഫലമോ രാസവസ്തുക്കൾ കണ്ണിൽ പതിച്ചതുമൂലം അവരുടെ കാഴ്ചകൾ നഷ്ടമായി. കുരുടരെ വെച്ചു പൊറുപ്പിക്കാൻ തയ്യാറാവാത്ത ഹിറ്റ്ലറിന്റെ കിരാത നീതിക്ക് മുന്നിൽ അവരെല്ലാം പിന്നീട് മരണത്തിന് കീഴടങ്ങി. ഒരു പെൺകുട്ടിയുടെ മരണത്തെക്കുറിച്ചുള്ള വിവരണം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൾ ശാന്തമായി ഇരുന്നു, സൂചി കുത്തുമ്പോൾ പോലും കരഞ്ഞില്ല. പിന്നെ അവൾക്ക് കണ്ണുവേദനയായി. അന്ന് രാത്രി അവൾ മരിച്ചു. ഇനി ഒരു ഗർഭിണിയുടെ സംഭവം പറയാം. ക്യാമ്പിലെത്തിയപ്പോൾ ആ സ്ത്രീ 8 മാസം ഗർഭിണിയായിരുന്നു. അവളെ കണ്ടപ്പോൾ പുതിയൊരു ആശയമാണ് ഡോക്ടർ മെങ്കലെയുടെ മനസ്സിൽ ഉദിച്ചത്. പ്രസവത്തിന് ശേഷം ഒരു കുഞ്ഞ് ശ്വസിക്കുന്നത് പോലെ ആയിരിക്കുമോ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ശ്വസിക്കുന്നത്? അമ്മയുടെ ശരീരത്തിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ കുഞ്ഞ് എങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തുന്നുവെന്ന് അറിയാൻ ആ സ്ത്രീയുടെ ഉദരം കീറി. 2 പേരുടെയും മരണമായിരുന്നു ആ പരീക്ഷണത്തിന്റെ ഫലം. പരീക്ഷണം എന്ന പേരിട്ടാലും അതൊരു കൊലപാതകമായിരുന്നു എന്നായിരുന്നു ആ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു നഴ്സ് പിന്നീട് വെളിപ്പെടുത്തിയത്. ഏത് ശാസ്ത്രവും ഹൃദയപൂർവ്വം പരീക്ഷണങ്ങളെ സമീപിക്കുമ്പോഴാണ് അത് മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും ക്ഷേമത്തിനും കാരണമായി മാറുന്നത്. എന്നാൽ ജോസഫ് മെങ്കലെയുടെ പരീക്ഷണങ്ങൾ ഹൃദയമില്ലാത്തവയായിരുന്നു, ക്രൂരമായിരുന്നു, സർവോപരി പൈശാചികമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ നടത്തിയ പരീക്ഷണങ്ങൾക്ക് ശാസ്ത്രീയമായി യാതൊരു മൂല്യവുമില്ലാത്തതായിരുന്നു. മനുഷ്യനെയും മനുഷ്യരാശിയെയും വില കുറയ്ക്കുന്നവയായിരുന്നു അവ.
അപൂർവം ചിലർ അയാളുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അതിശയകരമായി രക്ഷപ്പെടുകയുണ്ടായി. പക്ഷേ തങ്ങൾ കടന്നുപോയ ആ നിമിഷങ്ങളെക്കുറിച്ച് അവർ പിന്നീട് പറഞ്ഞത് ഇപ്രകാരം ആയിരുന്നു: അയാൾ ഞങ്ങളെ പലതരം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. മരിച്ചു എന്ന് തന്നെ ഞങ്ങൾ കരുതി, പക്ഷേ ഞങ്ങൾ രക്ഷപ്പെട്ടു. അതാണ് അത്ഭുതം. ക്രൂരതയിൽ ആനന്ദം കണ്ടെത്തുന്ന വ്യക്തിയായിരുന്നു ജോസഫ് മെങ്കലെ. അയാൾ ദയയില്ലാത്ത വ്യക്തിയായിരുന്നു. അങ്ങേയറ്റത്തെ യഹൂദ വിരോധിയും യഹൂദ വംശം താഴ്ന്നവരും അപകടകാരികളുമാണ് എന്ന് ആയിരുന്നു അയാളുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ അവരെ ഉന്മൂലനം ചെയ്യുന്നതാണ് തൻ്റെ ജീവിത വ്രതമെന്ന് അയാൾ കരുതിയിരുന്നു. മനുഷ്യരിൽ നിന്ന് നന്മ മാഞ്ഞു പോകുമ്പോൾ ശാസ്ത്രം എത്രത്തോളം അപകടകരമാകാം എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ജോസഫ് മെങ്കലയുടെ പരീക്ഷണങ്ങളെ പിൽക്കാലത്ത് ലോകം വിലയിരുത്തിയത്. ശാസ്ത്രത്തിന്റെ മൂല്യം അതിൻ്റെ മനുഷ്യ സേവനത്തിലും ധാർമ്മികതയിലുമാണ്. അത് നഷ്ടപ്പെടുമ്പോൾ ശാസ്ത്രം പരാജയപ്പെടുകയാണ്. 1945 ജർമ്മനി തോറ്റപ്പോൾ മെങ്കലെ അവിശ്വസനീയമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട് മുൻ SS അംഗങ്ങളുടെ സഹായത്തോടെ ജനീവയിലേക്ക് ഒളിച്ചോടിയെന്നും അവിടെ നിന്ന് ഹെൽമറ്റ് ഗ്രിഗോർ എന്ന പേരിൽ ഒരു വ്യാജ പാസ്പോർട്ട് സംഘടിപ്പിച്ച് അർജന്റീനയിലേക്ക് പോയി എന്നും കഥകളുണ്ട്. പക്ഷേ ഭാര്യ അയാൾക്കൊപ്പം പോകാൻ തയ്യാറായില്ല. അതിന്റെ പേരിൽ ഇരുവരും വേർപിരിഞ്ഞു. അർജന്റീന, പരാഗ്വേ, ബ്രസീൽ എന്നിവിടങ്ങളിൽ വ്യാജനാമങ്ങളിൽ ജീവിച്ച മെങ്കലോയുടെ കഥയാണ് പിന്നീട് ലോകം അറിഞ്ഞത്. ലൈസൻസ് ഇല്ലാതെ അയാൾ ചികിത്സ നടത്തിയെന്നും അബോർഷൻ നടത്തിയെന്നും പിന്നീട് രേഖകൾ പുറത്തു വന്നു. 1958 അബോർഷനിടെ ഒരു പെൺകുട്ടി മരിച്ചതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്റെ നാസി ഐഡന്റിറ്റി പുറത്താകുമോ എന്ന് ഭയന്ന് അയാൾ പരാഗ്വയിലേക്ക് പോവുകയായിരുന്നു. അവിടെ ജോസഫ് മെങ്കലെ എന്ന നാമത്തിലാണ് അയാൾ അറിയപ്പെട്ടത് തന്നെ. വർഷങ്ങൾ പലത് മുന്നോട്ട് പോയി. പല രാജ്യങ്ങളിലും പല പേരുകളിലും ജോലികളിലും ആരും അറിയാതെ ജോസഫ് മെങ്കലെ ജീവിച്ചു. നാസി വേട്ടക്കാരായ മൊസാദുകൾക്ക് അയാളെ പിടികൂടി വധിക്കണമെന്ന് ഉണ്ടായിരുന്നു. നിശ്ചയിച്ച് ഉറപ്പിച്ച ലക്ഷ്യത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ള മൊസാദിന് പോലും അയാളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. 1959 അയാൾക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. പക്ഷേ അർജന്റീന ഈ അന്വേഷണത്തോട് തുടക്കത്തിൽ വേണ്ടത്ര സഹകരണം പുലർത്തിയില്ല. ഒടുവിൽ കാര്യമൊക്കെ മനസ്സിലാക്കി അന്വേഷണത്തോട് സഹകരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അർജന്റീനയിൽ നിന്ന് പരാഗ്വേയിലേക്ക് അയാൾ പറന്നു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ മരിക്കുന്നത് വരെ നീതിന്യായ വ്യവസ്ഥയെയും ഭരണകൂടങ്ങളെയും വെല്ലുവിളിച്ചും കബളിപ്പിച്ചുമായിരുന്നു അയാൾ ജീവിച്ചത്. ഡോക്ടർ ഫോസ്റ്റോറിൻഡൻ, എസ് ജോസി, ആൽവേസ് എസ് പിയാസു എന്നിവയെല്ലാം വിവിധ രാജ്യങ്ങളിൽ അയാൾ ഉപയോഗിച്ച വ്യാജ ഐഡന്റിറ്റികൾ ആയിരുന്നു. മെങ്കലയെ മനുഷ്യാവകാശങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി ചരിത്രം വിലയിരുത്തുകയുണ്ടായി. അയാളുടെ പേരിൽ മനുഷ്യശാസ്ത്രം തന്നെ അപമാനിതമായതായിട്ടാണ് കരുതപ്പെടുന്നത്. 1947 ന്യൂറംബർഗ് വിചാരണയിൽ അയാളെ വിചാരണ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും മെങ്കലയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിൽ മനുഷ്യവിരുദ്ധ കുറ്റം എന്ന വിശേഷണത്തിനാണ് അർഹമായി മാറിയത്. 1972 ആയപ്പോഴേക്കും ജോസഫ് മെങ്കലയുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. 1976 ആദ്യത്തെ ഹൃദയാഘാതം ഉണ്ടായി. ചെവിയിലുണ്ടായ പഴുപ്പും ഉയർന്ന BP-യും ആരോഗ്യസ്ഥിതി വഷളാക്കി. 1979 ഫെബ്രുവരി 7 നീന്തുന്നതിനിടയിൽ ഹൃദയാഘാതം വരികയും വെള്ളത്തിൽ മുങ്ങി മരിക്കുകയുമായിരുന്നു അദ്ദേഹം. ഒരു സുഹൃത്തിനെ കാണാൻ അവിടെ എത്തിയതായിരുന്നു ജോസഫ് മെങ്കലെ. മരിച്ചു കഴിഞ്ഞിട്ടും മെങ്കലയെ സംബന്ധിച്ച് വിവാദങ്ങളും ചർച്ചകളും അവസാനിച്ചില്ല എന്നതാണ് വാസ്തവം. അയാൾ മരിച്ച് 6 വർഷം കഴിഞ്ഞിട്ടും അയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന മട്ടിലുള്ള അവകാശവാദങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഉണ്ടാവുകയുണ്ടായി. അയാളെ ജീവനോടെ പിടിച്ചു തരുന്നവർക്ക് വൻ തുകകൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. 1985 ജെറുസലേമിൽ നടന്ന വിചാരണയിൽ മെങ്കലയുടെ പരീക്ഷണത്തിന് ഇരകളായ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തതോടെയാണ് ഇയാളുടെ ക്രൂരതകൾ ലോകവ്യാപകമായി അറിയപ്പെട്ടു തുടങ്ങിയതും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതും. തുടർന്ന് പശ്ചിമ ജർമ്മനി, ഇസ്രായേൽ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് മെങ്കലയെ പിടികൂടാനുള്ള അന്വേഷണങ്ങളും ശ്രമങ്ങളും ആരംഭിക്കുകയുണ്ടായി. 1985 മെയ് 31 മെങ്കലയുടെ ആത്മസ്നേഹിതനായ ഹാൻസ് സെദർമീറുടെ ഗൺസ്ബർഗിലുള്ള വീട്ടിൽ റെയ്ഡ് നടന്നു. അവിടെ നിന്ന് അവർക്ക് രഹസ്യ ഭാഷയിലുള്ള ഒരു പുസ്തകവും ഇരുവരും തമ്മിൽ എഴുതിയ ചില കത്തുകളും കണ്ടെടുക്കപ്പെട്ടു. മാത്രവുമല്ല മെങ്കലയുടെ മരണം സംബന്ധിച്ച ചില വിശ്വസനീയമായ തെളിവുകളും അവർക്ക് കിട്ടുകയുണ്ടായി. ആ സൂചനകൾ അനുസരിച്ച് മെങ്കലയെ സംസ്കരിച്ച സ്ഥലം കണ്ടെത്തി. കുഴിമാടം തുറക്കുകയും ചെയ്തു. 1985 ജൂൺ 6 മെങ്കലോയുടെ ശരീര അവശിഷ്ടങ്ങൾ പുറത്തെടുത്തു. ഫോറൻസിക് ഫലം അത് മെങ്കലോയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ഡോക്ടർ ജോസഫ് മെങ്കലോയെ സംബന്ധിച്ച് അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമം ആവുകയായിരുന്നു.
തുടർന്ന് നടത്തിയ DNA ഫലവും അത് തന്നെ സ്ഥിരീകരിച്ചു. ജോസഫ് മെങ്കലെ മരണമടഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ലോകം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. മരണത്തിലൂടെ അവൻ തന്റെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ചരിത്രം അയാളുടെ ആത്മാവിനെ പോലും ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എത്ര വലിയ ക്രൂരതകൾ ചെയ്ത വ്യക്തിയാണ് എങ്കിലും ജീവിത അന്ത്യമെടുക്കുമ്പോൾ തനിക്ക് തെറ്റുപറ്റി എന്ന തിരിച്ചറിവും തുടർന്നുള്ള പശ്ചാത്താപവും സാധാരണമാണ്. അത്തരം പല കേസുകളും നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ അവിടെയും ജോസഫ് മെങ്കലോ നമ്മെ അതിശയിപ്പിക്കുകയാണ്. ഐ റിഗ്രറ്റ് നത്തിങ്, ഐ വാസ് സെർവിങ് സയൻസ് ആൻഡ് മൈ നേഷൻ എന്നായിരുന്നു അയാൾ തന്റെ ഡയറിയിൽ എഴുതിയ അവസാനത്തെ വരികൾ. മനുഷ്യരാശിക്കെതിരെ ഇത്രയും അധികം ക്രൂരതകൾ അഴിച്ചുവിട്ടിട്ടും അതിലൊന്നിലും കുറ്റബോധം അനുഭവിക്കാത്ത അയാളെ വിളിക്കേണ്ടത് മനുഷ്യനെന്നാണോ അതോ മറ്റെന്തെങ്കിലും എന്നാണോ എന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്.